സാധാരണ രീതിയിൽ ഒരു യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് രണ്ട് സൈന്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന അതിഭീകരമായ പോരാട്ടമാണ്. എന്നാൽ എതിരാളികളുടെ കയ്യിൽ നിന്നല്ലാതെ സ്വന്തം പക്ഷത്തുള്ള ആളുകളുടെ കൈകൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ട ഒരു സൈന്യവും ഉണ്ടായിരുന്നു. മദ്യം കാരണം സ്വന്തം സൈന്യത്തെ കൊന്നു തള്ളിയ, ശത്രുവിന് ഒന്നും ചെയ്യാതെ തന്നെ വിജയം സമ്മാനിച്ച ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. 1788 നടന്ന ബാറ്റിൽ ഓഫ് കാരൻ സെബസ് എന്നറിയപ്പെടുന്ന ഒരു യുദ്ധമാണ്. യുദ്ധത്തിൽ എതിരാളികൾ നേർക്കുനേർ വരുമ്പോൾ വെടിയുണ്ടകൾ ചീറിപ്പായുന്നത് സ്വാഭാവികമാണ്. എന്നാൽ എതിരാളി എത്തുന്നതിന് മുൻപേ സ്വന്തം നിഴലിനെ പേടിച്ച് സ്വന്തം കൂട്ടുകാരെ വെടിവെച്ച് കൊന്ന് അങ്ങനെ തോറ്റ് ഓടേണ്ടി വന്നൊരു സൈന്യമുണ്ട്. ഓസ്ട്രിയൻ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടായി ഇന്നും അറിയപ്പെടുന്ന ഒന്നാണ് ബാറ്റിൽ ഓഫ് കാരൻ സെബസ്. 1888 സെപ്റ്റംബർ 17 ഓസ്ട്രിയയും ഒട്ടോമൻ സാമ്രാജ്യവും, അതായത് ഇന്നത്തെ തുർക്കിയും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. കാൻസെബസ് എന്ന നഗരത്തിന് സമീപം ഏകദേശം 100,000-ഓളം വരുന്ന ഓസ്ട്രിയൻ സൈന്യം തമ്പടിച്ചിരുന്നു. ശത്രുക്കളായ തുർക്കി സൈന്യം എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം എന്ന ഭീതിയിലായിരുന്നു അവർ അവിടെ കഴിഞ്ഞിരുന്നത്. അങ്ങനെ രാത്രി ആയപ്പോൾ കുറച്ച് കുതിരപ്പടയാളികൾ അവിടെയുള്ള നദി കടന്ന് അപ്പുറത്തെ കരയിൽ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോയിരുന്നു. എന്നാൽ അവിടെ എത്തി അവർക്ക് അവിടെ ശത്രുക്കളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പകരം അവർ കണ്ടത് ഒരു കൂട്ടം ജിപ്സികളെയാണ്. അവരുടെ കൈവശം ധാരാളം മദ്യവും ഉണ്ടായിരുന്നു. അതോടെ ഈ കുതിരപ്പടയാളികൾ ജിപ്സികളിൽ നിന്നും മദ്യം വാങ്ങി കുടിക്കാൻ തുടങ്ങി. തങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നതാണ് എന്ന കാര്യമൊക്കെ തൽക്കാലത്തേക്ക് അവർ മറന്നുപോയി. ഇവരെ അന്വേഷിച്ച് സാധാരണ പടയാളികളും അവിടേക്ക് എത്തി. അവരും കൂടി മദ്യത്തിന് ആവശ്യപ്പെട്ടു. എന്നാൽ കുതിരപ്പടയാളികൾ അവർക്ക് മദ്യം പങ്കുവെക്കാൻ തയ്യാറായില്ല. അതോടെ തർക്കം മുറുകി. ഇതിനിടയിൽ ആരോ ഒരു തമാശക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു, തുർക്കികൾ വരുന്നു എന്ന്. മദ്യലഹരിയിലായിരുന്ന സൈനികർ ഇത് കേട്ട് പരിഭ്രാന്തരായി. ശരിക്കും തുർക്കി സൈന്യം വന്നതാണെന്ന് കരുതി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കാൻ തുടങ്ങി. ഇരുട്ടായതുകൊണ്ട് ആരാണ് ശത്രുവെന്നോ മിത്രമെന്നോ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുമില്ല. ഈ ഓസ്ട്രിയൻ സൈന്യത്തിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും ഉണ്ടായിരുന്നു. പരിഭ്രാന്തിയിലായ സൈനികർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശങ്ങൾ ഇവർക്കൊന്നും ശരിക്കും മനസ്സിലായതുമില്ല. ഓസ്ട്രിയൻ ഓഫീസർമാർ പട്ടാളക്കാരെ ശാന്തരാക്കാൻ വേണ്ടി ഹാൾട്ട് ഹാൾട്ട് എന്ന് വിളിച്ചു പറഞ്ഞു. അതായത് നിൽക്കൂ നിൽക്കൂ എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഭാഷ അറിയാത്ത മറ്റ് പട്ടാളക്കാർ കേട്ടത് ഹാൾട്ട് എന്നല്ല, അള്ള അള്ള എന്നായിരുന്നു. തുർക്കി സൈന്യം അള്ള എന്ന് വിളിച്ചുകൊണ്ട് ആക്രമണം തുടങ്ങിയെന്ന് ഉറപ്പിച്ച അവർ സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിക്കാൻ തുടങ്ങി. ഈ സമയം ക്യാമ്പിലുണ്ടായിരുന്ന ബാക്കി സൈനികർ വിചാരിച്ചത് ശത്രുക്കൾ തങ്ങളുടെ ഉള്ളിൽ കടന്നുവെന്നാണ്. ആ പരിഭ്രാന്തിയിൽ അവർ പീരങ്കികൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. ആ പീരങ്കി ഉണ്ടകൾ ചെന്ന് വീണത് സ്വന്തം ആൾക്കാരുടെ ഇടയിലേക്കായിരുന്നു. ആയിരക്കണക്കിന് സൈനികർ ജീവനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഓസ്ട്രിയൻ ചക്രവർത്തി ജോസഫ് രണ്ടാമൻ പോലും ഒരു കുതിരയുടെ പുറത്ത് നിന്ന് പുഴയിൽ വീണ് കഷ്ടിച്ചാണെന്ന് രക്ഷപ്പെട്ടത്. 2 ദിവസത്തിന് ശേഷം യഥാർത്ഥ തുർക്കി സൈന്യം കാരൻ സെബാസിൽ എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. യുദ്ധം ചെയ്യാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പകരം ഏകദേശം 10,000-ഓളം ഓസ്ട്രിയൻ സൈനികർ മരിച്ചും പരിക്കേറ്റും അവിടെ കിടന്നിരുന്നു. അങ്ങനെ ഒരൊറ്റ വെടിയുണ്ട പോലും ഉതിർക്കാതെ തുർക്കികൾ ആ പ്രദേശം കീഴടക്കുകയും ചെയ്തു. ഇപ്പോഴും കൃത്യമായ ആൾനാശത്തിന്റെ കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ തർക്കങ്ങളുണ്ടെങ്കിലും മദ്യവും തെറ്റിദ്ധാരണയും ഒരു വലിയ സൈന്യത്തെ എങ്ങനെ ഇല്ലാതാക്കും എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം വേറെയില്ല. മദ്യത്തിന്റെ പുറത്തുണ്ടായ തെറ്റിദ്ധാരണകളാണ് ആയിരക്കണക്കിന് സൈനികരുടെ മരണത്തിന് കാരണമായി മാറിയത്.